നെച്ചിപ്പുഴൂർ ദേവിവിലാസം NSS LP സ്കൂളിൽ ചെണ്ടുമല്ലി പൂക്കൾ ഒരുക്കുന്ന വർണ്ണവസന്തം കൗതുക കാഴ്ചയാവുന്നു. 500ഓളം ചെണ്ടുമല്ലി തൈകളാണ് കുട്ടികളും അധ്യാപകരും ചേർന്ന് നട്ടുവളർത്തിയത്. ഓണത്തോടനുബന്ധിച്ച് പൂക്കളുടെ വിളവെടുപ്പ് നടത്താനും സ്വന്തമായി കൃഷി ചെയ്തെടുത്ത പൂക്കൾ കൊണ്ട് വർണ്ണപ്പൂക്കളം ഒരുക്കാനുമാണ് സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. നെച്ചിപ്പുഴൂർ വെള്ളക്കല് ദേവിവിലാസം NSS LP സ്കൂളിന്റെ പിൻവശത്തെ തൊടിയിലാകെ മഞ്ഞ വസന്തം വിരിയിക്കുകയാണ് പൂത്തുലഞ്ഞ ചെണ്ടുമല്ലികൾ. സ്കൂളിലേക്ക് എത്തുന്ന കുരുന്നുകൾക്ക് ചെണ്ടുമല്ലി പൂക്കളുടെ മനോഹാരിത ആഹ്ലാദ കാഴ്ചയാണ് ഒരുക്കുന്നത്. കഴിഞ്ഞ വർഷം സ്കൂളിൽ പച്ചക്കറി കൃഷി നടത്തിയ തൊടിയിൽ ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ചെയ്യണമെന്ന് ഹെഡ് മിസ്ട്രസ് ബിന്ദു ജി നായർ തീരുമാനിക്കുകയായിരുന്നു. അധ്യാപകരായ നിതിനും ആരതി രാജും അശ്വതിയും ചിത്ര ശ്രീകുമാറും രഞ്ജിനി പ്രശാന്തും സഹകരിച്ചതോടെ സ്കൂളിലെ പിഞ്ചു പൈതങ്ങളും ചേർന്ന് കൃഷി ഇറക്കുകയായിരുന്നു. തൊടിയിൽ തടമെടുക്കാനും ചെണ്ടുമല്ലി തൈകൾ നടാനും വെള്ളം ഒഴിച്ച് പരിപാലിക്കുവാനും എല്ലാം കുട്ടികളും ഉത്സാഹം കാണിച്ചു. ഇടനാട് സഹകരണ ബാങ്ക് ചെണ്ടുമല്ലി തൈകൾ സൗജന്യമായി നൽകി. 500ഓളം ചുവടുകളാണ് സ്കൂൾ കോമ്പൗണ്ടിൽ നട്ടുപിടിപ്പിച്ചത്. ഇതിൽ 300-ൽ പരം എണ്ണം ഇപ്പോൾ പൂവിട്ട് കഴിഞ്ഞു. ബാക്കിയുള്ളവയിലും മുട്ടുവിരിഞ്ഞിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ ഇവയും പൂവിടുന്നതോടെ സ്കൂളിൻ്റെ പുറകിലത്തെ തൊടിയാകെ മഞ്ഞ വസന്തത്തിൽ ആറാടും. ഇത്തവണ സ്കൂളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണപ്പൂക്കളം സ്വന്തമായി വിളയിച്ചെടുത്ത പൂക്കൾ കൊണ്ടാണ് ഇടുകയെന്ന് ഹെഡ് മിസ്ട്രസ് ബിന്ദു ജി നായർ പറഞ്ഞു. ഈ അധ്യയന വർഷം ഞങ്ങൾ ആരംഭിച്ച കൃഷിയാണ് ചെണ്ടുമല്ലി കൃഷി. അതിന് ഞങ്ങളെ സഹായിച്ചത് നമ്മുടെ ഇടനാട് സർവീസ് സഹകരണ ബാങ്ക് ആണ്. 500ഓളം തൈകൾ തന്ന് ഞങ്ങൾക്ക് ഈ കൃഷി തുടങ്ങാനുള്ള സൗകര്യം ഒരുക്കി. നമുക്ക് ആവശ്യമായ സ്ഥലമുണ്ടായിരുന്നു. പച്ചക്കറി കൃഷി നട്ടിരുന്ന സ്ഥലമാണ്. അവിടെ ഞങ്ങൾ ഈ വർഷം ചെണ്ടുമല്ലി കൃഷി, ഇത് നമ്മുടെ ഈ വർഷത്തെ ഓണത്തിന് പൂക്കളം ഒരുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള പൂക്കൾ ലഭിക്കും. പിന്നെ ബാക്കി വരുന്ന പൂക്കൾ വിപണിയിൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചെണ്ടുമല്ലി ചെടികൾ പരിപാലിക്കുന്നതിൽ വളരെ സന്തോഷമാണ് ഉണ്ടായിരുന്നതെന്ന് വിദ്യാർത്ഥി പ്രതിനിധി അലൻ സിജോ പറഞ്ഞു. ഓണത്തിന് ഞങ്ങൾ പൂക്കൾ ഇടാൻ വേണ്ടി ഞങ്ങൾ ചെടികൾ നട്ടുപിടിപ്പിക്കും. പിന്നെ എന്നും വൈകിട്ട് ഞങ്ങൾ പുല്ല് പറിക്കുകയും ചെയ്യും. അന്നേരം ഞങ്ങൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കും. പുല്ലുകളെല്ലാവരും ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പുല്ലുകളെല്ലാവരും പറിക്കും. ഓണത്തോടനുബന്ധിച്ച് പൂക്കളുടെ വിളവെടുപ്പ് നടക്കും. സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾക്ക് ദേവിവിലാസം LP സ്കൂളിലെ കുട്ടികൾ ഇത്തവണ പൂക്കളമിടുന്നത് സ്വന്തം പൂക്കൾ കൊണ്ടാണ്. മിച്ചം വരുന്ന പൂക്കൾ മറ്റു സ്കൂളുകൾക്ക് കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് നെച്ചിപ്പുഴൂർ ദേവിവിലാസം NSS LP സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിറച്ചാർ തേകുകയാണ് വർണ്ണവസന്തം വിരിയിക്കുന്ന ചെണ്ടുമല്ലി പൂക്കൾ. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാം.